Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിലെ ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? ചാപ്റ്റർ പറഞ്ഞിരുന്നത് ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് എത്ര വരെ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, ക്ലിയർ ആയി, ഒന്നുമില്ല ഡൗട്ട്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാ കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്യാ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. അപ്പോ ചില കാര്യങ്ങള് ചില ചാപ്റ്ററുകളിൽ ഞാൻ നോട്ട് തരുന്നത് എന്തിനാണെന്ന് വെച്ചാല് ആ ചാപ്റ്ററിന്റെ തന്നെ ബേസുമായിട്ട് അല്ലെങ്കിൽ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നോട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അല്ലാതെ വേറെ എക്സ്ട്രാ നോട്ട് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, എന്തെങ്കിലും മെഡിക്കൽ ടേംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിന്റെ ബേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നത് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവര് മാത്രം എന്ത് ചെയ്താൽ അത് നോട്ട് ചെയ്താൽ അത് നിർബന്ധം പിടിക്കുന്നില്ല, കമ്പൽ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ആരെയും അത് എഴുതി എടുക്കണം എന്നില്ല. നമ്മൾ വെറുതെ ഒരു ചാപ്റ്റർ വായിച്ചു പോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് മറന്നു പോകും. ഓക്കെ, അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുകയോ അതൊന്ന് നോട്ട്സ് ആക്കി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമുക്കത് ഏറെ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ടാണ് അങ്ങനെ തരുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഷോർട്ട് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നില്ല, അവർ വിചാരിക്കുന്നത് എക്സ്ട്രാ നോട്ടാണെന്നാണ്. അങ്ങനെയല്ല. ഇപ്പോ നമ്മൾ പല ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചു കഴിഞ്ഞല്ലോ, അതിനകത്ത് തന്നെ സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ്, ലാർജ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിപ്പോ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് ഞാനിപ്പോ അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ആ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഒന്ന് ചുരുക്കി പറഞ്ഞെന്ന് ചോദിച്ചാല് നിങ്ങൾക്കത് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ആ പോയിന്റുകൾ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ താനെ നിങ്ങൾ പറഞ്ഞോളൂ, അല്ലേ? ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിക്കട്ടെ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആരാ പറയാ? ഒരാളൊന്ന് പറഞ്ഞേ, റംല നസീറ ഒന്ന് പറഞ്ഞേ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിലെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ? ആരും ഇല്ലേ പറയാനായിട്ട്? ആ, പറഞ്ഞോളൂ. It have 30 to 100 beds. It is very popular in India. They have more resources than small hospital. They offer reasonable level of emergency and intensive care. They have clinical support service, then diagnostic as well as hospital, non-clinical services. ഓക്കെ, കാണാതെയാണോ പറഞ്ഞത് അല്ലെങ്കിൽ നോട്ട് നോക്കിയിട്ടാണോ പറഞ്ഞേ? നോട്ട് നോക്കിയിട്ടില്ല, കാണാതെ പറഞ്ഞു, മെമ്മറിന്ന് പറഞ്ഞു അല്ലേ? കണ്ടല്ലോ. അപ്പൊ ധാരാളം കുട്ടികൾക്ക് ഇങ്ങനെ പ്രയോജനങ്ങൾ ആകുന്നുണ്ട്, ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തരുന്നത് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവര് മാത്രം എന്ത് ചെയ്താൽ മതി, എന്റെ ക്ലാസ്സിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എഴുതി എടുത്താൽ മതി. അല്ലാത്തവർ എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോട്ട് തരുന്നത്, വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നോട്ട് ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ സ്പെല്ലിങ്ങോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ക്ലാസ്സിന്റെ ഒരു 10 മിനിറ്റ്സ് ഉണ്ടല്ലോ, അപ്പോ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനായിട്ടുള്ള ഒരു ഇത് തരും. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ ആയി, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് OR എൻവയൺമെന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓരോ വ്യക്തികളും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ ധരിക്കേണ്ട ഡ്രസ്സ്, അതായത് ഷൂ കവറുകള്, മാസ്കുകള്, ക്യാപ്സുകള്, ഐ ഷീൽഡ്, അതുപോലെ തന്നെ മറ്റ് കവറിങ് ആയിട്ടുള്ള എന്താ പറയാ ഡ്രസ്സുകളൊക്കെ എന്താണ് നമ്മൾ ധരിച്ചിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലാനായിട്ട്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തണുത്തതായിരിക്കണം, കൂളായിരിക്കണം, എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കണം ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അത്ര വരെയാണ് പറഞ്ഞു നിർത്തിയത്. പിന്നെ നമ്മള് OR എക്യുപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. OR എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ?
എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ സാമഗ്രികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ചില എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യും. ഓക്കെ. An operating room has special equipment like respiratory and cardiac support, emergency resuscitative devices, patient monitors, and diagnostic tool, etc. Okay. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ ആയിട്ടുള്ള ചില എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തേത് പറയുന്നത് റെസ്പിറേറ്ററി എക്യുപ്മെന്റ് ആണ്. റെസ്പിറേറ്ററി എക്യുപ്മെന്റ് എന്താണ് ഈ റെസ്പിറേറ്ററി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്താണ്? ഒന്ന് കമന്റ് ചെയ്യോ ആരെങ്കിലും? എന്താണ് റെസ്പിറേറ്ററി എക്യുപ്മെന്റ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായിട്ട്. യെസ്, അതെ, നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈസ് ആണ് റെസ്പിറേറ്ററി ഡിവൈസസ് എന്ന് പറഞ്ഞാൽ, അല്ലെ? അപ്പോ രോഗിക്ക് എന്ത് കൊടുക്കാണ്? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കാണ്? നമ്മൾ ഓക്സിജൻ കൊടുക്കാണ്, അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് കൂടിയിട്ടൊക്കെ എന്താണ് രോഗി ശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ റെസ്പിറേറ്ററി ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, കണ്ടിന്യൂസ് വെന്റിലേറ്റേഴ്സ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് വെന്റിലേറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ, ദ കണ്ടിന്യൂസ് വെന്റിലേറ്റേഴ്സ്. അപ്പൊ റെസ്പിറേറ്ററി ഡിവൈസ് എന്നും പറഞ്ഞ് എഴുതി വെക്കുക, കണ്ടിന്യൂസ് വെന്റിലേറ്റേഴ്സ്. ഓക്കെ. ഇനി ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ വെന്റിലേറ്റേഴ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഈ ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മെക്കാനിക്കലി കൺട്രോൾസ് ഓർ ഹെൽപ്സ് പേഷ്യൻസ് ബ്രീത്തിങ് while delivering a set amount of oxygen. ഒരു നിശ്ചിത എന്താ പറയാ എമൗണ്ട് ഓഫ് ഓക്സിജൻ രോഗിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. രോഗി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ രോഗിക്ക് സാധാരണ നിലയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നിശ്ചിത നേരത്തേക്ക് എന്താണ് രോഗിയെ കിടത്തിയൊക്കെയല്ല മയക്കി കിടത്തിയിരിക്കുകയാണ്. രോഗിക്ക് എന്താണ് മെക്കാനിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോ വെന്റിലേറ്റേഴ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? രോഗി ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി വെക്കുക കേട്ടോ. മെക്കാനിക്കലി കൺട്രോൾസ് or helps patients breathing while delivering. മാം ഒന്നുകൂടി പറയോ? ഒന്നുകൂടി പറയാം. മെക്കാനിക്കലി കൺട്രോൾസ് or helps, helps patients breathing while while delivering delivering as set amount of oxygen. Okay. ഇതാണ് ഇപ്പോ റെസ്പിറേറ്ററി ഡിവൈസിൽ നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടാണ് റെസ്പിറേറ്ററി ഡിവൈസ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് കൊടുക്കുന്നതെന്നൊക്കെ മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. നെക്സ്റ്റ് വൺ ഈസ് കാർഡിയാക് സപ്പോർട്ട്. കാർഡിയാക് സപ്പോർട്ട് എന്തിനു വേണ്ടിയിട്ടാ? കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ട്പരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഹാർട്ടുമായിട്ട് ഹൃദയ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ? അപ്പൊ നമുക്ക് കാർഡിയാക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഉപകരണത്തെ പരിചയപ്പെടാം. അതും ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയിൽ ഘടിപ്പിക്കുന്നതാണ് കേട്ടോ. ആ ഉപകരണത്തിന്റെ പേരാണ് VAD. കേട്ടിട്ടുണ്ടോ നിങ്ങള്? VAD.
ഓക്കെ, VAD എന്നാണ് ആ ഒരു ഡിവൈസിന്റെ പേര്. അത് ശരിക്കും നമ്മുടെ ഓക്സിജന്റെ മാസ്ക് ഇല്ലേ, ഓക്സിജന്റെ മാസ്കില് ആ ഒരു കുഴല് പോലുള്ള ഒരു ഭാഗമില്ലേ, അതുപോലെയാണ് എന്ത് കാണപ്പെടുന്നത്, VAD കാണപ്പെടുന്നത്. അത് ഹാർട്ടിൽ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഹാർട്ടില് രോഗിയുടെ ഹാർട്ടിൽ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്തിട്ട് ഹാർട്ടിൽ നിന്നുള്ള രക്തം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ VAD എന്ന് പറയുന്ന മെഷീൻ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, VADയുടെ ഫുൾ ഫോം ആണ് മോളെ വെൻട്രിക്കുലാർ അസിസ്റ്റഡ് ഡിവൈസ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കാർഡിയാക് ഡിവൈസ് എന്നൊന്ന് ഹെഡിങ് കൊടുത്തേ നിങ്ങൾ ചെറുതായിട്ട്. കാർഡിയാക് ഡിവൈസ് എന്നൊന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക എ വെൻട്രിക്കുലാർ അസിസ്റ്റഡ് ഡിവൈസ്. സ്പെല്ലിംഗ് പറയാവേ, VEN TRICULAR വെൻട്രിക്കുലാർ. ഓക്കെ, വെൻട്രിക്കുലാർ അസിസ്റ്റഡ് ഡിവൈസ് VAD. ഒന്നുകൂടി പറയാം, VEN TRICULAR വെൻട്രിക്കുലാർ അസിസ്റ്റ് ASSIST അസിസ്റ്റ് ഡിവൈസ് DEVICE. ഓക്കെ, VADയുടെ ഫുൾ ഫോം ആണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. Okay, ventricular assisted device is a device. ഞാൻ എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്. Is a device helps സഹായിക്കുന്നു, helps pump PUMB pump blood from the lower chambers of the heart. Lower chambers, LOWER chambers, CH is the blood from the lower chambers, LOWER lower chambers, CHMBERS chambers, lower chambers of the heart to the rest of the body, അപ്പോ ഓപ്പറേഷന്റെ സമയത്ത് കാർഡിയാക് അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് കാർഡിയാക് ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് രോഗിയുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു കുഴല് പോലെയുള്ള ഒരു ഡിവൈസ് എന്തെങ്കിലും സെറ്റ് ചെയ്യും. അതെന്ത് ധർമ്മമാണ് വഹിക്കുന്നത്, ആ ഒരു ഹൃദയത്തിൽ നിന്ന് രോഗിയുടെ ഹൃദയത്തിൽ നിന്ന് രോഗിയുടെ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യിപ്പിക്കുന്ന ധർമ്മമാണ് VAD എന്ന് പറയുന്ന ഡിവൈസ് നിർവഹിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ റെസ്പിറേറ്ററി പറഞ്ഞു, അതുപോലെ തന്നെ കാർഡിയാക് സപ്പോർട്ട്. ഇത് രണ്ട് കാര്യങ്ങളുമാണ് ഇപ്പൊ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഈസ് എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ്. ഓക്കെ, റെസിസിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ്, മലയാളം മീനിങ് പുനരുജ്ജീവനം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുനരുജ്ജീവനം അതായത് രോഗിയുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമായി കഴിഞ്ഞാല് അയാളെ വീണ്ടും അയാളുടെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന ഉപകരണങ്ങളാണ് റെസിസിറ്റേറ്റീവ് എക്യുപ്മെന്റ് അഥവാ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്സിജൻ മാസ്കുകൾ എന്താ, CPR പോലെ
പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്ന ഒരാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, ഓക്സിജൻ മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്വസിക്കാനായിട്ട് പറ്റും അല്ലെ, റിക്കവർ ആയിട്ട് വരും അല്ലെ, നേരായിട്ട് വരും അയാളുടെ ആ ഒരു ശരീര ചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഓക്സിജൻ മാസ്ക് എന്താണ്? റെസിസിറ്റേറ്റീവ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ റിസർവോയർ ബാഗ് എന്ന് പറയും, അങ്ങനെ ഒരു ഡിവൈസും കൂടി ഉണ്ട്. ഈ ഓക്സിജൻ മാസ്കിന്റെ കൂടെ തന്നെ നിങ്ങൾ കണ്ടു കാണും ഒരു സഞ്ചി പോലുള്ള ഒരു ഭാഗം. ഓക്കെ, ഒരു ഓവൽ ഷേപ്പില് ഒരു ഗ്രീൻ കളറിൽ എന്തുണ്ട്, ഒരു സഞ്ചി പോലുള്ള ഒരു ഇതുണ്ട്. അതിനെയാണ് നമ്മള് റിസർവോയർ ബാഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? ഗ്രീൻ കളർ, അതെ, ഓക്സിജൻ മാസ്കിന്റെ അറ്റത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? റിസർവോയർ ബാഗ് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല? വലുതാവോ മിസ്സേ? ആ അതെ അതെ, വലുതാവേം ചെറുതാവേക്ക് ചെയ്യും. കണ്ടിട്ടില്ല അല്ലെ? ഓക്കെ, അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ നിശ്ചിത ഒരു എമൗണ്ട് നമ്മൾ ഓക്സിജൻ രോഗി ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ രോഗിക്ക് ആ ഒരു അളവിലുള്ള അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഓഫ് ഓക്സിജൻ അല്ല വേണ്ടത്, അതിലും കൂടുതൽ വേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് ഈ റിസർവോയർ ബാഗിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അധികമായിട്ട് ആ ഓക്സിജൻ രോഗിക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാട്ടോ. അതായത് ഒരു രോഗി ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് അയാളുടെ കണ്ടീഷൻ ചിലപ്പോ ക്രിട്ടിക്കലായി എന്ന് വരാം. ആ ഒരു സിറ്റുവേഷനില് രോഗിക്ക് അയാൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓക്സിജന്റെ അളവ് കുറച്ചും കൂടി വേണമെന്നുണ്ടായിരിക്കും. അതായത് കൂടുതലായിട്ട് ശ്വസിക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയില് ഈ റിസർവോയർ ബാഗിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്, കൂടുതലായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ഓക്സിജൻ രോഗിക്ക് കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാഗ് എപ്പോഴും അതിന്റെ അറ്റത്തായിട്ട് കാണപ്പെടുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിസ്റ്റേഷൻ എക്യുപ്മെന്റിൽ ആദ്യം വരുന്നതാണ് ഓക്സിജൻ മാസ്ക് വിത്ത് റിസർവോയർ ബാഗ് കേട്ടോ. അതൊന്ന് എഴുതി വെക്കാം. റെസിസ്റ്റേഷൻ എക്യുപ്മെന്റിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ആണ് ഓക്സിജൻ മാസ്ക് വിത്ത് റിസർവോയർ ബാഗ്. RESERVOIR, അതാണ് റിസർവോയർ എന്നതിന്റെ അർത്ഥം. ഓക്കെ, അല്ല സ്പെല്ലിംഗ് കേട്ടോ. മിസ്സേ ഒന്നും കൂടി പറയാവോ? RESERVOIR. ഓക്കെ, മാഡം ഓക്സിജൻ മാസ്ക് വിത്ത് റിസർവോയർ ബാഗ് 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 എന്നിട്ട് ഒരു ബാഗ് പോലെയാണ് കാണപ്പെടുന്നത്, ഗ്രീൻ കളറിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും കൂടുതൽ. എന്തായാലും കണ്ടിട്ടുണ്ടാവും അത് എപ്പോഴെങ്കിലും ഒക്കെ. രണ്ടാമത്തത് ചെറിയ ചെറിയ മാസ്കുകൾ ഉണ്ട്. ഓക്കെ, അതാണ് കേട്ടോ എഴുതുന്നേ. അത് അധികം അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും എന്ത് എഴുതാം, അതും കൂടി ഒന്ന് എഴുതി വെക്കാം. പോക്കറ്റ് മാസ്ക് ആൻഡ് വൺ വേ വാൽവ്. മൂവിയിൽ കണ്ടിട്ടുണ്ട്. മൂവിയിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി പുറത്തുള്ള മൂവിയിലെ കാര്യം നിങ്ങളോട് പറയാന്ന്. മൂവിയിൽ ഇത് ഉണ്ടാകും. ഈ ഒരു മാസ്കിന്റെ അറ്റത്തായിട്ട് ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പോക്കറ്റ് മാസ്ക് ആൻഡ് വൺ വേ വാൽവ്. പോക്കറ്റ് മാസ്ക് ആൻഡ് വൺ വേ വാൽവ്. പോക്കറ്റ് മാസ്ക് ആൻഡ് വൺ വേ വാൽവ് കേട്ടോ. വൺ വേ വാൽവ്, VALVE. നെക്സ്റ്റ് വൺ ഈസ്, അടുത്തൊരു ഡിവൈസ് ആണ്. ആദ്യം ഒന്ന് പേര് എഴുതാം, അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ.
Automated external, EXTERNAL, external defibrillator, DEFIBRILLATOR. Okay, automated external defibrillator. AED എന്നാണ് ഷോർട്ട് ഫോം വരിക കേട്ടോ. AED. മാം ഒന്നും കൂടി പറയൂ സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ, EXTERNAL DEFIBRILLATOR, ഡെഫിബ്രിലേറ്റർ കേട്ടോ. ഓക്കെ, AED എന്ന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയും. ഓക്കെ, ഇത് നിങ്ങൾ മൂവിയിൽ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലോ അല്ലെങ്കിൽ ഇപ്പോ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരികയോ പെട്ടെന്ന് ആള് ബോധം വിട്ട് വീഴുകയോ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ രോഗി എന്ത് ചെയ്യും? ആശുപത്രിയിൽ എത്തിക്കും അല്ലെ. അപ്പോ ഡോക്ടർ ഒരു ഉപകരണം കൊണ്ട് രോഗിയുടെ നെഞ്ചില് പ്രസ് ചെയ്യും. ഓക്കെ, രണ്ട് സാധനങ്ങൾ പിടിച്ചിട്ട് എന്ത് ചെയ്യും? നെഞ്ചിൽ പിടിച്ച് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ രോഗി കിടന്ന് ചാടും. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട് അല്ലെ. അതിന്റെ പേരാണ് എന്ത്? ഈ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ആ ഒരു ഉപകരണത്തിന്റെ പേരാണ് കേട്ടോ. ഓക്കെ, അതറിഞ്ഞു വെക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് എക്സ്പ്ലനേഷൻ എഴുതാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഉപകരണം ഡോക്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതാം. അപ്പൊ AED ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം കേട്ടോ. An automated external defibrillator, an automated external defibrillator is a portable, പോർട്ടബിളിന്റെ മീനിങ് എന്താ? പോർട്ടബിൾ ആർക്കെങ്കിലും അറിയാം? മാറ്റാവുന്നതാണ്. മൂവബിൾ ആണ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ മൂവബിൾ ആണ്. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം? കൊണ്ടുപോകാം. ഇപ്പൊ പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേസ് ഉണ്ട്, പോർട്ടബിൾ ആയിട്ടുള്ള USG ഉണ്ട്. അപ്പൊ രോഗി എന്ത് ചെയ്യണ്ട? ആ ഒരു എക്സ്റേ എടുക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന സ്ഥലത്തോ ചെല്ലേണ്ട ആവശ്യമില്ല. നമ്മളെ തേടി ആര് വരും? ആ ഒരു ഡിവൈസ് ഇങ്ങോട്ടാ വരുന്നത്. അതായത് മൂവബിൾ ആണ്. എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ AED എന്ന് പറയുന്ന ആ ഒരു ഉപകരണം എന്താ? അതും പോർട്ടബിൾ ആ, നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, പോർട്ടബിൾ ലൈഫ് സേവിംഗ് ഡിവൈസ്, ജീവൻ രക്ഷിക്കുന്ന ഉപകരണം. ഓക്കെ, പോർട്ടബിൾ ലൈഫ് സേവിംഗ് ഡിവൈസ്, life saving device that used to treat sudden cardiac arrest. ഓക്കെ, അപ്പോ സഡൻ ആയിട്ടുള്ള ഒരു കാർഡിയാക് അറസ്റ്റ് വരുന്ന ഒരാൾക്ക് അയാളെ പെട്ടെന്ന് എന്താണ്? അയാളുടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈസ് ഉപയോഗിച്ച് പ്രസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. സഡൻ കാർഡിയാക് അറസ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് SCA. അതൊന്ന് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. SCA. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പോ കാർഡിയാക് ഡിവൈസ് പറഞ്ഞു, അതുപോലെ തന്നെ റെസിറ്റേഷൻ ഡിവൈസ് പറഞ്ഞു അല്ലെ. റെസിറ്റേഷൻ ഡിവൈസ് പറഞ്ഞു, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിവൈസ് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, മനസ്സിലായല്ലേ? നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങള്. പേഷ്യന്റ് മോണിറ്റേഴ്സ് ആണ് അടുത്തത്. അതായത് പേഷ്യന്റിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസസുകള് ഓപ്പറേഷൻ തിയേറ്ററിൽ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോ ആ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിനകത്ത് ഒന്നാണ് ECG മെഷീൻ. പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ECG അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. ECG മെഷീൻ.
അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ് നോക്കാനായിട്ട് എന്ത് ചെയ്യും നമ്മള്? റെസ്പിറേറ്ററി റേറ്റ് ഡിവൈസുകൾ എന്ത് ചെയ്യും നമ്മള് യൂസ് ചെയ്യും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പേഷ്യന്റ് മോണിറ്റേഴ്സിൽ വരുന്നത് ECG മെഷീൻ ആണ്. രണ്ടാമത്തേത് റെസ്പിറേറ്ററി റേറ്റ് ഡിവൈസും വരും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ പേഷ്യന്റ് മോണിറ്റേഴ്സില്. അടുത്തത് ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ്. ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയുമ്പോൾ രോഗനിർണയത്തിന്, അതായത് രോഗിക്ക് ഇപ്പോ എന്തെങ്കിലും ഒരു കണ്ടീഷൻ, ഇപ്പോ രോഗിയുടെ അവസ്ഥ എന്തെങ്കിലും കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ കുറയുകയാണെങ്കിലോ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയണം അല്ലെ. രോഗിക്ക് ഇപ്പോ പെട്ടെന്ന് എന്താ പറയാ ഹൃദയം എടുപ്പ് കൂടി, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അയാളുടെ ആ ഒരു നോർമൽ ബ്രീത്തിങ് ഒക്കെ എന്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അയാളുടെ BP ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിനൊക്കെ എന്താ വേണ്ടത്? രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടൂൾസുകൾ മീൻസ് എക്യുപ്മെന്റ്സുകൾ വേണം അല്ലെ. ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറഞ്ഞാല് രോഗനിർണയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഒന്ന് സ്റ്റെതസ്കോപ്പ് ആണ്. ഓക്കെ, ഒന്ന് സ്റ്റെതസ്കോപ്പ്. രോഗിയുടെ ഡോക്ടറിന്റെ കഴുത്തിൽ നമ്മൾ എന്ത് കാണും? സ്റ്റെതസ്കോപ്പ് കാണാറില്ലേ? അതെന്താ? ഡയഗ്നോസ്റ്റിക് ടൂളിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ, സ്റ്റെതസ്കോപ്പ്. ഓക്കെ, രണ്ടാമത്തത് സിഗ്മോ മാനോമീറ്റർ. സിഗ്മോ, ഓക്കെ, നിങ്ങൾക്ക് അറിയാമോ? അത് BP ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അറിയില്ലേ? ആ, BP ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണത് ആ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, പിന്നീടുള്ള ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ. രോഗിയുടെ പൾസ് റേറ്റ് നോക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? പൾസ് ഓക്സിമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് ടൂളില് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? OR എക്യുപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ആണ്, ആ ഒരു ചെറിയൊരു എന്താ പറയാ വിഷയമാണ് നമ്മളിപ്പോ എടുത്ത് ഇത്രയും പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പോ റെസ്പിറേറ്ററി പറഞ്ഞു, കാർഡിയാക്ക് പറഞ്ഞു, റെസിസ്റ്റേറ്റീവ് ഡിവൈസ് പറഞ്ഞു, പേഷ്യന്റ് മോണിറ്റേഴ്സ് പറഞ്ഞു, ഡയഗ്നോസ്റ്റിക് ടൂൾസ് പറഞ്ഞു. ഇനി ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡില് ഞാൻ എഴുതിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? താനെ വന്നോളൂ കേട്ടോ. യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, അയ്യോ റെസ്പിറേറ്ററി എന്താ, കാർഡിയാക്ക് എന്താ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. Some of the staff who work in operating theaters consist of the following. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫുകൾ ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫുകൾ ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സർജൻസ് ഹു പെർഫോം ദ ഓപ്പറേഷൻ. ആദ്യത്തെ ആളെന്ന് പറയുന്നത് സർജൻ ആണ്. ഓക്കെ, ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആളെയാണ് എന്ത് പറയുന്നത്? നമ്മൾ സർജൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഞാൻ എന്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ മുറിവുണ്ടാക്കുന്നവനെയാണ് സർജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വലിയ മുറിവുണ്ടാക്കി രോഗിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് ഇന്റേണൽ ഓർഗൻസ് എന്തെങ്കിലും നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും എന്താണ് റീജോയിൻ ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ട് അത് സ്റ്റിച്ച് ഇടുന്ന വ്യക്തിയാണ് എന്ത്? സർജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? അത് എന്തായാലും സർജൻസ് ആയിരിക്കും ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുക. രണ്ടാമത്തേത് അനസ്തേറ്റിസ്റ്റ് ആണ്. ഓക്കെ, അനസ്തേറ്റിസ്റ്റ് ഹു ഗീവ് അനസ്തെറ്റിക്സ് ടു റിസ്ട്രെയിൻ പെയിൻ ബോത്ത് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ. അപ്പൊ രണ്ടാമത്തെ റോൾ ആർക്കാ വരുന്നത്? ആദ്യം സർജൻ ആണ് വരുന്നത്. ഇനി രണ്ടാമത് വരുന്നത് ആരാ? അത് അനസ്തെറ്റിസ്റ്റ് ആണ്. ഓക്കെ, ആൾ എന്താ ചെയ്യുന്നത്? അനസ്തെറ്റിസ്റ്റ് എന്താ ചെയ്യുന്നത്? അനസ്തേഷ്യ കൊടുക്കുക. കേട്ടില്ല മോളെ, എന്താ പറഞ്ഞേ? പേഷ്യന്റിന് ഓപ്പറേഷൻ ടൈമില് അനസ്തേഷ്യ കൊടുക്കുന്നു. ആ, അനസ്തേഷ്യ കൊടുക്കുന്ന അല്ലെ. അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധം കെടുത്തുന്ന മരുന്നല്ലേ നമ്മളെ. ബോധം കെടുത്തോ? പകുതി അല്ലെ, മരവിച്ച അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓക്കെ, ഓപ്പറേഷൻ സമയത്ത് രോഗിയെ നമ്മള് പകുതി മയക്കത്തിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അല്ലാണ്ട് നമുക്ക് ഓപ്പറേഷൻ പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ ഈ അനസ്തേഷ്യസ്റ്റ് എന്ന് പറയുന്ന ആളാണ് ഓപ്പറേഷൻ സമയത്ത് ആ റൂമിൽ വന്നിട്ട് എന്ത് കൊടുക്കുന്നേ? രോഗിക്ക് അനസ്തേഷ്യ കൊടുക്കുന്നത്. അത് വെറുതെ ഒരു
ആരോ ഒരാൾ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, മ്യൂട്ട് ചെയ്യുക. എന്താ പറയാ, വെറുതെ ഒന്നും നമുക്ക് കയറിച്ചെന്ന് കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലെ, വേറെ ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല. അതിന് നിയമിച്ചിട്ടുള്ള ആളാണത് അനസ്തേറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ആള് രോഗിയുടെ എന്താ പറയാ ബോഡി വെയിറ്റും അതുപോലെ തന്നെ ആളുടെ ഏജും അയാളുടെ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് ഒരു നിശ്ചിത എമൗണ്ടിലുള്ള അനസ്തേഷ്യയാണ് എന്ത് ചെയ്യുന്നത് ആളിന് കൊടുക്കുന്നത്. ഈ അനസ്തേഷ്യയുടെ അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതായത് കൃത്യമായിട്ടുള്ള ഒരു അളവിലായിരിക്കണം അനസ്തേഷ്യ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ ആള് സർജൻ ആണ്. ആളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറീസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആളാണ് അനസ്തേഷ്യസ്റ്റ് എന്ന് പറയുന്നത്. ആള് ആണ് ആർക്ക് എന്ത് കൊടുക്കുന്നത്, രോഗിക്ക് അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെ, മയക്കാനായിട്ട് മരുന്ന് കൊടുക്കുന്നത്. ഇതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഓപ്പറേഷന് മുമ്പാണ് എന്ത് കൊടുക്കുന്നത് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെ. ഇത് കൊടുക്കുന്നതിലൂടെ ഓപ്പറേഷൻ സമയത്തും ഓപ്പറേഷന് ശേഷവും രോഗിക്ക് ഉണ്ടാകുന്ന വേദന നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് ഇവിടെ റിസ്ട്രെയിൻ പെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിസ്ട്രെയിൻ എന്ന് പറഞ്ഞാല് നിയന്ത്രിക്കുക. കണ്ടില്ലേ നിങ്ങള് RESTRAIN റിസ്ട്രെയിൻ എന്ന് പറഞ്ഞാല് നിയന്ത്രിക്കുക. വേദന നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അനസ്തേഷ്യ രോഗിക്ക് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് തിയേറ്റർ നഴ്സ് ഹു ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ് ത്രൂ ഔട്ട് ഓൾ 4 stages ഓഫ് ദ ഓപ്പറേഷൻ. അടുത്തത് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് തിയേറ്റർ നഴ്സ് ആണ്. തിയേറ്റർ നഴ്സിന്റെ ഡ്യൂട്ടി എന്താ, അതായത് ആ ഒരു ഓപ്പറേഷന്റെ സമയത്ത് ഈ ഓപ്പറേഷന് 4 സ്റ്റേജ് ആണുള്ളത്. ഓക്കെ, അത് നിങ്ങൾ അടുത്തതിൽ പഠിക്കും. നമ്മൾ അടുത്ത പേജിലായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. 4 സ്റ്റേജ് ഉണ്ട് ഒരു ഓപ്പറേഷന്. അപ്പൊ ഈ 4 സ്റ്റേജിലും രോഗിയെ കെയർ ചെയ്യുന്നത്, അവരെ സംരക്ഷിക്കുന്നത് ആരാണ്, ഈ ഒരു തിയേറ്റർ നഴ്സ് എന്ന് പറയുന്ന സ്റ്റാഫ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് theater support the workers who shift patients between the wards and the operating theater. അതുകൂടാതെ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സപ്പോർട്ട് സ്റ്റാഫുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ അറ്റൻഡർമാരെന്നൊക്കെ പറയില്ലേ, അവരാണ് എന്ത് ചെയ്യുന്നത്, രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റൂമിലേക്കും അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർമാര് നഴ്സുമാരൊന്നും എന്ത് ചെയ്യില്ല, അത് ചെയ്യില്ല. മറിച്ച് ഈ ഒരു തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാർഡിയോഗ്രാഫേഴ്സ് ടു മോണിറ്റർ ദ ECG മെഷീൻ. കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, അവരാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്ത്, അതായത് ഓപ്പറേറ്റിംഗ് സമയത്ത് രോഗിയുടെ ഹാർട്ട് റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, ECG ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ആരാണ്, കാർഡിയോഗ്രാഫേഴ്സ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഈസ് റേഡിയോഗ്രാഫേഴ്സ് ടു ടേക്ക് എക്സ്റേ ഇഫ് ദേർ ആർ റിക്വയർഡ്. അതായത് ആവശ്യമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗിയുടെ എക്സ്റേ വേണമെങ്കിൽ ആവശ്യമായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, റേഡിയോഗ്രാഫേഴ്സ് ആണ് എക്സ്റേ എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ആളുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പോയിന്റ് ആയിട്ട് പറയാം അല്ലെ. ഫസ്റ്റ് വൺ ഈസ് സർജൻ. സർജൻ എന്താ ചെയ്യുന്നേ, പെർഫോം സർജറീസ്, അതായത് സർജറീസ് കണ്ടക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് അനസ്തേഷ്യസ്റ്റ് ആണ് അല്ലെ, അതായത് ഒരു നിശ്ചിത അമൗണ്ടിൽ എന്ത് കൊടുക്കുന്നു, ഒരു അനസ്തേഷ്യ രോഗിക്ക് കൊടുക്കുന്നു. മൂന്നാമത്തേത് തിയേറ്റർ നഴ്സ് ആണ്. തിയേറ്റർ നഴ്സ് ആണ് രോഗികളെ ഓപ്പറേഷന്റെ 4 സ്റ്റേജിലും കെയർ ചെയ്യുന്നത്. അടുത്തത് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആണ്. ഇവരാണ് രോഗിയെ ഓപ്പറേഷനെ തുടർന്നും അതിനു മുമ്പും ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാർഡിയോഗ്രാഫേഴ്സ്. അവരാണ് ECG മെഷീൻ മോണിറ്റർ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റേഡിയോഗ്രാഫേഴ്സ്. അവര് ആവശ്യമെങ്കിൽ എന്ത് കൊടുക്കുന്നു, എക്സ്റേ എടുത്ത് കൊടുക്കുന്നു. ഇത്രയും ആളുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? Yes, ma'am. ഓക്കെ, പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ചെയ്യേണ്ട പോളിസികൾ, നയങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കരുതി ഓപ്പറേഷൻ തിയേറ്ററിൽ ആരും പോവാറില്ല അല്ലെ.
വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റൂ. അവിടെ ചില റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു OR പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുവാണെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാർജുള്ള ഒരു വ്യക്തി ഉണ്ടാവും അവിടെ. ഓക്കെ, അവർക്ക് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ചിലപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലും എക്യുപ്മെന്റിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ വേണ്ടിയിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്ന് കടക്കണം എന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാരണം വ്യക്തമാക്കുക. എന്തിനാണ് ഞാനിവിടെ വന്നത് എന്നുള്ള കാരണം ഓപ്പറേഷൻ തിയേറ്ററിലെ ആ ഒരു സ്റ്റാഫിനെ അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് ID ഉണ്ടെങ്കിൽ ആ ID എന്ത് ചെയ്യുക, അവർക്ക് ഷോ ചെയ്യുക. ഞാൻ ഈ ഹോസ്പിറ്റലിലെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഈ രോഗിയെ കാണേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ റൂമിൽ എന്തെങ്കിലും എക്യുപ്മെന്റ് തകരാറിലായതുകൊണ്ട് എന്നെ ഇവിടേക്ക് വിട്ടതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ആ ഡിപ്പാർട്ട്മെന്റിൻ്റെതായിട്ടുള്ള ഒരു ID ഉണ്ടാവും. അത് ആ ഒരു പേഴ്സണൽ എന്ത് ചെയ്യണം, നമ്മൾ ഷോ ചെയ്ത് കാണിക്കുകയും വേണം. ഓക്കെ. രണ്ടാമത്തേത് ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ് ആൻഡ് ചിപ്ഡ് നെയിൽ പോളിഷ് പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസം ദാൻ ഹാൻഡ്സ് ആൻഡ് ക്യാൻ പോസിബിളി ടൈൻ ദ സ്റ്റെറൈൽ ഏരിയ, സോ അവോയ്ഡ് ഇറ്റ്. അതായത് നമ്മള് ഓപ്പറേഷൻ റൂമിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽസ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ആർട്ടിഫിഷ്യൽ നെയിൽസ് അവിടെ അനുവദിക്കുന്നതല്ല. അതുകൂടാതെ എക്സ്റ്റെൻഡേഴ്സ്, നെയില് കൂടുതൽ സുന്ദരമാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റെൻഡേഴ്സ് യൂസ് ചെയ്യും അല്ലെ. അതും എന്ത് അനുവദനീയമല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ അനുവദിക്കുന്നതല്ല. അതുകൂടാതെ നെയിൽ പോളിഷ് നമ്മൾ ഇടാനായിട്ട് പാടില്ല, നെയിൽ പോളിഷ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നെയിൽ പോളിഷ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ റിമൂവ് ചെയ്യണം. ഇതൊക്കെ എന്താണ് വേണ്ട എന്ന് പറയാൻ കാരണം, കൂടുതൽ അതായത് അണുക്കള് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇത് കാരണക്കാരാകും എന്നാണ് പറയുന്നത്. ഇപ്പോ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽസിലും അതുപോലെ തന്നെ എക്സ്റ്റെൻഡേഴ്സിലൊക്കെ എന്താണ്, അതിന്റെയൊക്കെ ഇടയിലൊക്കെ ആയിട്ട് അണുക്കള് പറ്റിപ്പിടിക്കും. നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ ലക്ഷക്കണക്കിന് ബാക്ടീരിയാസ് ഇതിന്റെയൊക്കെ ഇടയിൽ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് അവിടെ അലൗഡ് അല്ലാത്തത്. ഓക്കെ, ഇതിന്റെയൊക്കെ ഇടയിൽ എന്താണ്, ധാരാളം ബാക്ടീരിയാസ് പെറ്റുപെരുകയും അത് ഗ്രോ ചെയ്യുകയും ചെയ്യും. നമ്മളത് കാണുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറി ചെന്നാല് അവിടെയുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന വ്യക്തിയും എന്താവും, ഇൻഫെക്റ്റഡ് ആകും. മാത്രമല്ല റൂമിൽ എന്ത് ചെയ്യും, ആകെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ റിമൂവ് ഓൾ ജ്വല്ലറി, നമ്മള് വള, മാല, കമ്മൽ തുടങ്ങിയ മോതിരങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യരുത്, ഇടാനായിട്ട് പാടില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, നമ്മുടെ ജ്വല്ലറീസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മള് ഊരി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണ്ടേ, ആ ഒരു തിയേറ്ററിലേക്ക് കടക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പുട്ട് ഓൺ സർജിക്കൽ ക്ലോത്ത്സ് ടോപ്പ് ആൻഡ് ബോട്ടം. സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി worn only in the surgical area. ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രത്യേക ഡ്രസ്സ് തരുമല്ലോ അവര്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? ആ ഡ്രസ്സിന്റെ കളർ എന്താ? ബ്ലൂ, ബ്ലൂ ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും. ബ്ലൂ ഓർ ഗ്രീൻ ഏതെങ്കിലും ഒരു കളർ ഉണ്ടാകും. ആ ഒരു പ്രത്യേക ഡ്രസ്സ് ധരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കുക അല്ലെ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രോഗിയെ കാണാനായിട്ട് നമ്മളെ കയറ്റുമ്പോൾ നമുക്ക് എന്ത് വരും, ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. അത് ആ രോഗിയിലെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പുറത്തു നിന്ന് ഒരാൾ അകത്തോട്ട് ചെല്ലുമ്പോൾ. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നമ്മള് വിയർ ചെയ്യേണ്ടത്. ഓക്കെ. Cover shoes as per agency policy. Also to cover head caps are used. Surgical mask also as per policy. അതുപോലെ തന്നെ പ്രത്യേക ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇടാൻ വേണ്ടിയിട്ട്.
പിന്നെ നമ്മുടെ തല മറയ്ക്കാനായിട്ട്, അതായത് ഈ ഒരു ഭാഗം കവർ ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ സർജിക്കൽ മാസ്കുകളും നമ്മൾ യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ വിയർ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഓക്കെ. പെർഫോം എ സർജിക്കൽ ഹാൻഡ് സ്ക്രബ് ആസ് പെർ ഏജൻസി പോളിസി. Surgical hand scrubs reduce bacterial count on hands before applying sterile gloves. അതുകൂടാതെ നമ്മളിപ്പോ അതായത് സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം, നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യണം. ഈ ഹാൻഡ് വാഷ് ചെയ്യുന്നത് നമ്മള് ഗ്ലൗസ് ഉപയോഗിക്കുന്നതിന് മുമ്പായിരിക്കണം. ഓക്കെ. നമ്മുടെ കയ്യുറകൾ ഉണ്ടല്ലോ, കയ്യിലിടുന്ന കയ്യുറകൾ, ഗ്ലൗസുകള് നമ്മുടെ കയ്യിലിടുന്നതിന് മുമ്പായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്. ഓക്കെ. എങ്ങനെയാണ് ആരെങ്കിലും ഒന്ന് പറയാമോ, എങ്ങനെയാണ് നല്ല രീതിയിൽ ഹാൻഡ് വാഷ് നമ്മൾ ചെയ്യുക? ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യുക അറിയാമോ ആർക്കെങ്കിലും? രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അറിയാമോ? ആർക്കും അറിയില്ലേ? ഉറങ്ങിപ്പോയോ എല്ലാവരും? ആദ്യം ഹാൻഡ് വാഷ് വെച്ചിട്ട് കൈ കഴുകും, അതിനുശേഷം അത് സാനിറ്റൈസ് ചെയ്യും, തുടച്ചിട്ട് സാനിറ്റൈസ് ചെയ്യും. ആ, അറിയില്ല. ഓക്കെ, ആർക്കും അറിയില്ല. നമ്മള് സാധാരണ കൈ കഴുകുന്ന രീതി എന്താ? ഹാൻഡ് വാഷ് എടുക്കും, നമ്മള് കൈ നന്നായിട്ട് സ്ക്രബ്, അതായത് നന്നായിട്ട് കൂട്ടിത്തിരുമോ, രണ്ട് ഫിംഗറുകൾക്കിടയിലൂടെയൊക്കെയാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, നന്നായിട്ട് കഴുകുന്നത്, നന്നായിട്ട് വാഷ് ചെയ്യും മൊത്തം നമ്മുടെ കൈ. പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയല്ല വാഷ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക രീതിയുണ്ട്. ആദ്യം നമ്മള് നമ്മുടെ ജ്വല്ലറി ഒക്കെ റിമൂവ് ചെയ്യും. ഓക്കെ. എന്തെങ്കിലും ജ്വല്ലറീസ് ഒക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആദ്യം റിമൂവ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മുടെ കയ്യില് എക്സ്റ്റൻഡേഴ്സോ അല്ലെങ്കിൽ നെയിൽ പോളിഷോ ഒക്കെ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ക്യാപ്പ് വെക്കും. ഓക്കെ, മുകളിലെ ക്യാപ്പ് വെക്കും, തലയിലെ ക്യാപ്പ് വെക്കും. ഐ ഷീൽഡ് നമ്മള് ആദ്യം ചൂസ് ചെയ്യും, ഐ ഷീൽഡ് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇടാൻ പോവാണ്. ഓക്കെ, ആ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, നമുക്ക് കയറുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഡ്രസ്സ് ഇടും. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ വാഷ്റൂമിൽ അല്ലെങ്കിൽ ആ റൂമിലേക്ക് നമ്മൾ പോകും, അല്ലെ ഹാൻഡ് വാഷ് ചെയ്യുന്ന ആ റൂമിലേക്ക് പോകും. അതിനുശേഷം ആദ്യം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കൈയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ. അതിനുശേഷം ഞാനിപ്പോ എന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണെന്ന്. ലെഫ്റ്റ് ഹാൻഡ് ആണ് എടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് എടുത്തതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യും, വെള്ളം നനയ്ക്കും, അല്ലെ, കയ്യില് വെള്ളം നനയ്ക്കും. എന്നിട്ട് സ്ക്രബ് എടുക്കും. അതായത് ഒരു പ്രത്യേക സ്ക്വയറിൽ ഒരു സാധനമാണ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉരച്ച് കഴുകുന്നത്. ഓക്കെ. സ്ക്രബ് എടുത്തിട്ട് ആദ്യം നമ്മള് നെയിലാണ് എന്ത് ചെയ്യുന്നത്, കഴുകുന്നത് കേട്ടോ. ഓക്കെ, നെയിലാണ് സ്ക്രബ് ചെയ്യുന്നത്. നെയില് നമ്മുടെ ആ 5 വിരലിലെ നെയിലും നമ്മൾ എന്ത് ചെയ്യും, സ്ക്രബ് ചെയ്യും. ഓക്കെ, അതൊരു 10 ടൈംസ് ഇങ്ങനെ എന്ത് ചെയ്യും, സ്ക്രബ് ചെയ്യും. ഓക്കെ, 10 ടൈംസ് നെയിലില്. അതിന് ശേഷം ആ നെയിലിന്റെ ഒക്കെ താഴ്ഭാഗത്തായിട്ട് എന്തെങ്കിലും, അതായത് നഖത്തിന്റെ ഒക്കെ ഇടയിലായിട്ട് അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഉരച്ച് കളയും. ഇതും 10 ടൈംസ് തന്നെ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ കൈപ്പത്തിയിലേക്ക് വരുന്നത്, അതായത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, സ്ക്രബ് ചെയ്യും. ഒരു 10 ടൈംസ് ഇങ്ങനെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യും. ഓക്കെ. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് ഫിംഗറുകൾക്കിടയില് സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ. ഇതും എന്താണ്, 10 ടൈംസ് ആണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, സ്ക്രബ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ഫിംഗറുകൾക്കിടയിൽ വന്നു. ഇനി നേരെ നമ്മള് കൈ തിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനിലോട്ട് വന്നു. ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും നമ്മള് 10 ടൈംസ് തന്നെ സ്ക്രബിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ഓക്കെ, അതിനുശേഷം നേരെ ഈ ഭാഗത്തോട്ട് വരും. ഈ വാച്ചൊക്കെ കിട്ടുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, അവിടെയും നമ്മള് സ്ക്രബ് ചെയ്യും. ഓക്കെ. പിന്നെന്താണ്, നേരെ തിരിക്കും.
ഓക്കെ, ഉൾഭാഗത്തോട്ട് വരും. ഓക്കെ, അവിടെയും എന്ത് ചെയ്യും, സ്ക്രബ് ചെയ്യും. ഈ സ്ക്രബ് ചെയ്യുന്ന രീതി നേരെ നമ്മുടെ മുട്ടുണ്ടല്ലോ, കൈമുട്ടുണ്ടല്ലോ, അതിന്റെ ആംഗിള് വരെ എന്താണ് നമ്മള് സ്ക്രബ് ഇങ്ങനെ ചെയ്യണം. ഇവിടം തുടങ്ങി ഇവിടം വരെ. ഓക്കെ, അത് രണ്ടു വശത്തും, ഈ വശത്തും വേണം, അതുപോലെ തന്നെ ഈ വശത്തും. ഓക്കെ, അപ്പൊ മുട്ടിന്റെ ആംഗിള് വരെ എന്താണ് നമ്മള് സ്ക്രബ് ചെയ്തിട്ട് വേണം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ, വാഷ് ചെയ്യാൻ. ഓക്കെ, ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ റൈറ്റ് ഹാൻഡും നമ്മൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് കഴുകിയിട്ട് ടവല് കൊണ്ട് തുടച്ച് വേണമെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലൗസ് ഇടാം. എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? മാം എല്ലാ പേഷ്യന്റും ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ഇല്ല, എല്ലാ പേഷ്യൻസും ഇല്ല. പേഷ്യൻസിന്റെ കാര്യമല്ല കേട്ടോ പറയണം, ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്കിംഗ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക, എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ അകത്തോട്ട് പോയി. ഓക്കെ, അകത്തോട്ട് പോകണം, അത്യാവശ്യം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ രീതിയിലുള്ള ഹാൻഡ് വാഷ് ടെക്നിക്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അല്ല ഇപ്പൊ സാധാ ഒരു ഇതാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ അറിയാലോ നിങ്ങൾക്ക്, കൈ നന്നായിട്ട് കഴുകുക, ഫിംഗറുകൾക്കിടയിലൂടെ സ്ക്രബ് ചെയ്യുക, എന്ത് ചെയ്യാ, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാ, നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതും ഒരു സെക്കൻഡ് ഒന്നും അല്ല, ഒരു 5 times 10 times ഒക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പേഷ്യന്റ് ഇങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചത്. പേഷ്യന്റ് അല്ല കേട്ടോ, ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൂടാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ, ആ പോളിസിയല്ലേ നമ്മൾ ഹെഡിങ് പറഞ്ഞുകൊണ്ടിരുന്നേ. ഓക്കെ, അപ്പൊ ഡോക്ടേഴ്സും നഴ്സും അല്ലേ ഇങ്ങനെ ചെയ്യാ? അങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ ഒക്കെ ഉണ്ട് തോന്നുന്നു എന്റെ ഒരു ചാപ്റ്ററിൽ ഇതിനെ സംബന്ധിച്ച്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് മാത്രം. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ ഇവിടം വരെ എടുക്കുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? സ്പെല്ലിംഗ് കിട്ടാതിരിക്കുകയോ എന്തെങ്കിലും ഒരു സെന്റൻസ് കിട്ടാതിരിക്കുകയോ നോട്ട് ചെയ്തല്ലേ? ഇല്ല, ആർക്കും ഡൗട്ട് ഇല്ല? ക്ലിയർ ആയി? മാം, എമർജൻസി റെസിസ്റ്റേറ്റീവ് ഡിവൈസ് ഇല്ലേ, അതില് ഓക്സിജൻ മാസ്ക് വിത്ത് Reservoir bag. അതില് പോക്കറ്റ് മാസ്ക് ആൻഡ് വൺ വേ വാൽവിന് എന്തെങ്കിലും ഡെഫിനിഷൻ ഉണ്ടോ ഇല്ല ഇല്ല, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് അല്ല അത്ര, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ, പറഞ്ഞോ അബിത ആഷി. പേഷ്യന്റ് മോണിറ്റേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ECG മെഷീനും പേഷ്യന്റ് മോണിറ്റേഴ്സ് അല്ലേ? അതെ. ECG മെഷീൻ ഉണ്ട്, പിന്നെ റെസ്പിറേറ്ററി റേറ്റ് നോക്കുന്ന മെഷീൻസ് ഉണ്ട്, ഡിവൈസ് ഉണ്ട്. റെസ്പിറേറ്ററി റേറ്റ് ഡിവൈസസ്, അത് രണ്ടും ഉള്ളത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഏതാ മോളെ? ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നേ എന്തിന്റെ ലാസ്റ്റ് പോയിന്റാ? ഏതിന്റെ ലാസ്റ്റ് പോയിന്റ് ഉദ്ദേശിക്കുന്നേ? മനസ്സിലായില്ല. പോളിസിയുടെ ലാസ്റ്റ് പോയിന്റോ? മാം ആദ്യം പറഞ്ഞ ക്ലാസ് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ലേറ്റായ കയറിയ. ആദ്യം പറഞ്ഞതോ? ഓക്കെ. റെസ്പിറേറ്ററി ആണോ? അതൊക്കെ തന്നെ ആ സംഭവം. റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈസുകളാണ് റെസ്പിറേറ്ററി ഡിവൈസ് എന്ന് പറയുന്നത്. കൂടുതലും റെസ്പിറേറ്ററി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത് വെന്റിലേറ്റേഴ്സ് ആണ്. അറിയില്ലേ, വെന്റിലേറ്റേഴ്സ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ കണ്ടിന്യൂസ് വെന്റിലേറ്റേഴ്സ് ആണ് എന്തിനു കൊടുക്കുന്നത്? റെസ്പിറേറ്ററി ഡിവൈസ് ആയിട്ട് നമ്മൾ രോഗിയെ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു എക്സ്പ്ലനേഷൻ ഉള്ളത്, മെക്കാനിക്കലി കൺട്രോൾസ് ഓർ ഹെൽപ്സ് പേഷ്യൻസ് ബ്രീത്തിങ് വൈൽ ഡെലിവറിങ് a set amount of oxygen. രോഗിക്ക് ഒരു നിശ്ചിത അളവിലുള്ള ഓക്സിജൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? റെസ്പിറേറ്ററി ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായോ റമല? മനസ്സിലായി. ഓക്കെ,
ലാസ്റ്റ് പോയിന്റ് ഇത് തന്നെ. പെർഫോം എ സർജിക്കൽ ഹാൻഡ് സ്ക്രബ് ആസ് പെർ ഏജൻസി പോളിസി. സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈയിങ് സ്റ്റെറൈൽ ഗ്ലൗസ്. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഹാൻഡ് സ്ക്രബ് ചെയ്യണം. ഹാൻഡ് സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കയ്യിലെ ഗ്ലൗസ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം മാത്രമേ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻട്രി ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇത് ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻസിനെ സംബന്ധിച്ചുള്ളതല്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യന്റ് ഒഴികെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, എൻട്രി ചെയ്യും അല്ലെ. അതിപ്പോ ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, തിയേറ്റർ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരാള്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പൊ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിൽക്കുന്ന വ്യക്തികൾ ചിലപ്പോ ഹോസ്പിറ്റലിൽ തിയേറ്ററിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ അവരൊക്കെ അവിടെ എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വീകരിക്കേണ്ട പോളിസികളാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു നമ്മുടെ കാരണം നാം എന്തിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങള് ഒരു ഇപ്പൊ റംല നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് റംലയ്ക്ക് ജോലി കിട്ടുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് റംലയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഡോക്ടറിന്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ നഴ്സിന്റെ റിപ്പോർട്ടോ തേടാനായിട്ട് അതിനു വേണ്ടിയിട്ട് റംലയെ പറഞ്ഞയക്കുമ്പോൾ എന്താണ് റംല ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. റംല ആദ്യം എന്താ ചെയ്യേണ്ടത്, ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പേഴ്സൺ ഉണ്ടാവുമല്ലോ, ആ പേഴ്സണോട് എന്ത് പറയണം, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് റംല റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ID അവർ കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ID ആ ഒരു പേഴ്സണെ കാണിക്കണം. രണ്ടാമത് റംല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, എക്സ്റ്റൻഡേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇനി നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തേത് എന്തെങ്കിലും ജ്വല്ലറികള് ആള് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഡ്രസ്സ്, പർട്ടിക്കുലർ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, ടോപ്പും ബോട്ടവും ഉള്ള, അത് ധരിച്ചിട്ട് വേണം റംല അകത്തേക്ക് കിടക്കാനായിട്ട്. അതുപോലെ തന്നെ ഐ ഷീൽഡ് കൊണ്ട് ഫേസ് കവർ ചെയ്യണം, അതുപോലെ തന്നെ ക്യാപ്പ് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യണം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം അതിന്റെ അകത്തേക്ക് റംല എൻട്രി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് റംല എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എൻട്രി ചെയ്യാൻ. ഇതിൽ കൂടുതൽ വ്യക്തത വേണോ? വേണ്ട. വേണ്ട. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ആരെ ചോദിച്ചിട്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, റംലയെ വെച്ച് ഉദാഹരണം പറഞ്ഞപ്പോ മനസ്സിലായല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങളുടെ രീതിയിൽ ചിന്തിച്ച് നോക്കുക, ഞാനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നതെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, പേഷ്യന്റ് അല്ലട്ടോടെ പറയുന്നത്. ഒരാൾക്ക് അവിടെ കിടക്കണമെങ്കിൽ ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, അത് പേഷ്യന്റ് അല്ല. കാരണം എന്താ, ഷോ യുവർ ID എന്ന് പറയുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു വ്യക്തി ആള് എന്ത് ചെയ്യണം, ആദ്യം തന്നെ ആള് വന്ന ഉദ്ദേശം അവിടെ വെളിപ്പെടുത്തണം, എന്നാൽ മാത്രമേ അവിടെ എൻട്രി ചെയ്യുള്ളൂ. നമുക്ക് എല്ലാവർക്കും കയറി എൻട്രി ചെയ്യുന്ന ഒരു സ്ഥലമല്ല എന്ത് ഓപ്പറേഷൻ തിയേറ്റർ. നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഏത് ഭാഗത്തോട്ട് നമുക്ക് പോകാം അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, എവിടെ വേണമെങ്കിലും നമുക്ക് നടക്കാം. പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിൽ അത് പറ്റുമോ? അവര് നമ്മളെ കടത്തിവിടോ? ഇല്ല. ഇല്ല. അപ്പൊ അതാണ് അവിടെ ചില പോളിസികൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ് നിർത്തിയത് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Oh.